അങ്ങനെ കടമെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായി. നമ്മൾ വാങ്ങിക്കുന്ന കാര്യമല്ല, തോമസ് ഐസക് ആൻഡ് കമ്പനി വാങ്ങിക്കുന്ന കാര്യമാണ്. കടം കൊടുക്കുന്ന കമ്പനിയുടെ പേര് കിഫ്ബി. ആ കമ്പനിയുടെ മുതലാളി അങ്ങ് ദുബായിലാണ്. വരുന്ന 5 വർഷം കൊണ്ട് കടം വാങ്ങിയ പണം കേരനാട്ടിൽ നിന്ന് പിരിച്ചെടുത്ത് അടയ്ക്കാനാണ് ധനവിഭാഗം കൈകാര്യം ചെയ്യുന്ന മുതലാളിയുടെ തീരുമാനം. അത് എങ്ങനെ ശരിയാകും അല്ലെങ്കിൽ നടപ്പാകും എന്നതിലാണ് പ്രതിപക്ഷത്തിൻ്റെ സംശയം. ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി വീട് വെക്കാനൊരു പദ്ധതി ഹഡ്കോയ്ക്ക് സമർപ്പിച്ചാൽ ആവശ്യമായ ലോൺ കിട്ടും. ദാറ്റ് ഈസ് ഫോർ എ പർട്ടിക്കുലർ പ്രോജക്റ്റ്. നബാർഡിൽ നിന്ന് കിട്ടും. അങ്ങനെ എന്താ ചെയ്യുന്നത്? കേരളത്തിലെ ബഡ്ജറ്റിന് പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് 50,000 കോടിയിലധികം രൂപ അങ്ങ് വായ്പ എടുക്കാൻ പോവാണ്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടങ്കൈയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലം കൈന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. ഏതായാലും അങ്ങനെ ഒരു ചോയ്സ് നടത്തിയല്ലോ. നമുക്ക് കടം മേടിച്ചിന്ന് വീട് വെച്ചു കൊടുക്കാമെന്ന്. അതുപോലെ തന്നെ കടം മേടിച്ചിന്ന് എല്ലാ ക്ലാസ് മുറിയിലും കമ്പ്യൂട്ടർ വെക്കാം. കടം മേടിച്ചിന്ന് നമുക്ക് എല്ലാ ആശുപത്രിയും 1ാം ക്ലാസ് ആശുപത്രിയാക്കാം എന്നുള്ളത് തീരുമാനിച്ചത്. വീട് മാത്രമല്ല, കുറച്ചുകൂടി കാര്യങ്ങൾ ബാക്കിയുള്ളത് അല്ല പറയട്ടെ. ഇനിയിപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക്, എൻ്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞാൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ തിരിച്ചടക്കും? നിങ്ങളുടെ ചിന്തയെ ഈ സംസ്ഥാന ബഡ്ജറ്റ് ഇനിയുള്ള അനാദികാലം ഇന്നത്തെ പോലെ തുടരാൻ പോവുകയാണ്. കടം മേടിക്കുന്ന കടം മേടിക്കുന്നതൊക്കെ അന്നന്നത്തെ റവന്യൂ ചെലവിന് ഉപയോഗിച്ച് തീരാൻ പോയിരുന്നു. അങ്ങനെയല്ലെന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഞങ്ങളുടെ കണക്കൂട്ടിൽ അടുത്ത വർഷവും കൂടി ഇങ്ങനെ പോകും. അതിന് പിന്നത്തെ വർഷം മുതൽ റവന്യൂ കമ്മി കുറയും. 5ാം വർഷം എത്തുമ്പോൾ, ഇന്നത്തേക്ക് 6ാം വർഷം എത്തുമ്പോൾ റവന്യൂ മിച്ചമുള്ള സംസ്ഥാനമാകും. അന്ന് തിരിച്ചടക്കും. ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങൾ പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ 4 ഇരട്ടി കോരാ. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇപ്പൊ ഏകദേശം ഉത്തരായി. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സ്ഥിതി തുടരൂല. പോലെ ടാക്സ് ഒന്നും കിട്ടിയിട്ടില്ല, നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല, അത്ര എന്താ പറയുക അൺപോപ്പുലർ മെഷേഴ്സ് ഒന്നും ഇപ്പം ഇല്ല. പക്ഷേ വരും വർഷങ്ങളിൽ അതുണ്ടാവും, കാത്തിരുന്നോ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. How will you ensure the repayment? That is the main question. As soon as reason as possible. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ അങ്ങയുടെ കഴിഞ്ഞ കാലത്തെ ബഡ്ജറ്റിൽ എടുത്തു നോക്കിയാലും അറിയാം, അങ്ങ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ ഒരു മിച്ച സംസ്ഥാനമാക്കി മാറ്റുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പായില്ല. അപ്പൊ കേരളത്തെ പോലെ സംസ്ഥാനത്ത് അങ്ങ് വിചാരിക്കുന്ന നിലയിൽ, അങ്ങ് വിഭാവനം ചെയ്യുന്ന നിലയിൽ ഈ നിലയിലേക്ക് ഈ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയുന്നത്, അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. അങ്ങേക്ക് അത് ചിന്തിച്ച് ഇന്നത്തെ കിടപ്പിൽ എല്ലാധികാലം കിടക്കാം. ഞങ്ങൾ അങ്ങനെ കിടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏതാണ്ട് 5000 കോടി രൂപയോളം ഏതൊരു ഏജൻസി ഇപ്പോൾ തന്നെ തയ്യാറാണ് എന്നുള്ളത്. സർ, അങ്ങനെ വിവിധ ഏജൻസികളിൽ നിന്ന് പണം സമാഹരിക്കുമ്പോൾ അവരുടെ ഒക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നായിരിക്കുമോ? 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അപ്പോ മുതലും പൈസയും ചേർത്ത് ഇരട്ടിയാവും. എന്നിട്ട് അങ്ങ് പറയണത് ഞങ്ങളിത് കുളമാക്കിയിട്ടുണ്ട്, ഇനി 5 വർഷം നിങ്ങൾ അവിടെ കിടന്ന് വരയ്ക്കില്ല, ഞങ്ങൾ 5 വർഷം കൊണ്ട് നേരെയാക്കും, എന്നിട്ട് ഇപ്പോഴേ കടം മേടിച്ച് നാട്ടിൽ കാര്യങ്ങൾ ചെയ്യും. ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ്. കറക്റ്റായിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ചാ കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. ഗവൺമെന്റ് എവിടുന്നെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കി കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വെൽഫെയർ മെഷേഴ്സും ഒക്കെ ചെയ്യുന്നതിന് ഞങ്ങൾ എതിരൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയണം. എൻ്റെ കയ്യിലൊരു അത്ഭുത വിളക്കുണ്ട്, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കും? നിങ്ങൾ കടം മേടിക്കണത് ദൈനംദിന ചെലവ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആ FRBM ആക്ട് പ്രകാരം
സർക്കാർ കടം മേടിക്കുന്ന ഇന്ന് ജനറൽ ഒബ്ലിഗേഷൻ ബോണ്ട് വഴി ഈ റോഡും പാലവും പണിതിന് ഞങ്ങൾ തിരിച്ചടക്കും. സർ, ഇതാണ് ഞങ്ങൾക്കുള്ള ഉത്തരം. How will you ensure the repayment? ബോധ്യമായിട്ടില്ല. 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അപ്പോ മുതലും പലിശയും ചേർത്ത് ഇരട്ടിയാവും. മാസങ്ങൾ കഴിഞ്ഞാൽ പണം കടം തന്നവർ അത് തിരിച്ചു ചോദിക്കാൻ വരും. നമ്മുടെ നാട്ടുകാരുടെ സ്ഥിരം രീതി വെച്ച് നോക്കിയാൽ കാര്യങ്ങൾ ഗുദാഹവ. അങ്ങനെയാണ് പതിവ്. ഇനി എന്താകുമോ ആവോ. ഹരീഷ്ണ, നമ്മളെ പടക്ക കമ്പനി കത്തിപ്പോയടാ. അങ്ങനെ പടക്കടകുദാഹവ. എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഒരു 4-4.5 വർഷം കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു പോയതാണേ. ഇനിയിപ്പോൾ കടം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കളിക്കാം ഐസക്കിനും ഗീതാ ഗോപിനാഥിനും. കാണാം. ഇനി മറ്റൊരു വിഷയമാണ്. വിഷയം അവതരിപ്പിക്കുന്നത് ആലുവ MLA അൻവർ സാദത്ത്. കേൾക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർ, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി മെട്രോ ഉദ്ഘാടനം ഉടൻ തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷ. സർ, മെട്രോ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ മെട്രോ ആയതിനാൽ ഇതിൽ എന്നാൽ കഴിഞ്ഞ ദിവസം പറയും അത് ഉദ്ഘാടനമല്ല, നിങ്ങൾക്കറിയില്ല എല്ലാ മണ്ഡലം നടക്കുന്നത് വെറുതെ ആവശ്യമില്ല പറഞ്ഞത്. അത് ഉദ്ഘാടനമല്ല. എന്താണ് സാർ ഇത് എപ്പോഴും സംസാരിക്കും ആവശ്യം പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നെ റഹീം അല്ലേ ഇത് അറിയില്ലേ? അറിയാവുന്ന പ്രസംഗം തടസ്സപ്പെടുത്തലാണ്. ശരിയല്ലല്ലോ. കല്യാണ നിശ്ചയം വേറെ, കല്യാണം വേറെ. അതറിയില്ലേ? കല്യാണ നിശ്ചയം വേറെ, കല്യാണം വേറെ. അതിനെ കുറിച്ച് അന്വേഷണം എപ്പോഴും പരാമർശം പറഞ്ഞാണ്. ഇത് അവരുടെ വിഷയം പോലല്ല, എന്റെ മണ്ഡലത്തിലുള്ള വിഷയം പറയൂ. ഓ, എന്തൊരു കഷ്ടമാണ് നോക്കണേ. നിയമസഭയിൽ പോലും ഒരു വിഷയം സ്വസ്ഥമായി അവതരിപ്പിക്കാൻ മറ്റ് മെമ്പർമാർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊന്നും ചെയ്യരുത്. അദ്ദേഹം കാര്യം അവതരിപ്പിക്കട്ടെ എന്ന്. മെട്രോ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ മെട്രോ ആയതിനാൽ ഇത് കാണുവാനും ഇതിൽ യാത്ര ചെയ്യുവാനുമായി കാസർഗോഡ് മുതൽ അതുപോലെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും സ്വാഭാവികമായിട്ടും നമുക്കറിയാം മെട്രോയിൽ യാത്ര ചെയ്യാനും മെട്രോ കാണുവാനൊക്കെ ഒത്തിരി ജനങ്ങൾ വളരെ സാധ്യതയുണ്ട്. സർ, കേരളത്തിലെ എല്ലായിടത്തും വരുന്ന ജനങ്ങൾ ഈ ആലുവ ബൈപ്പാസിൽ നിന്ന് ഇതിന്റെ മെട്രോ ആരംഭിക്കുന്നത് ആലുവ ബൈപ്പാസിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ വരുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു അടിസ്ഥാന സൗകര്യമില്ല. ഇന്ന് മെട്രോ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലം, പാർക്ക് ചെയ്യാൻ സ്ഥലം 100-150 കാറ് മാത്രമാണ് അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ എറണാകുളത്തേക്കോ അല്ലെങ്കിൽ മറ്റു ദൂര സ്ഥലത്തേക്ക് പോകുന്ന ഈ കാർ ഇവിടെ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരാൾക്ക് പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത സൗകര്യമാണ് ഇന്ന് മെട്രോ അതിനെ ഒരുക്കിയിട്ടുള്ള സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ഏറ്റവും അനിവാര്യമാണ് സാർ. ആലുവ ടൗണിന്റെ വികസനവും ഏറ്റവും അനിവാര്യമായ കാര്യം തന്നെയാണ്. ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ആലുവ ടൗണിലെ റോഡുകൾ വീതി കൂട്ടുവാനും അതുപോലെ തന്നെ ആലുവ ടൗൺ മോടി പിടിപ്പിക്കുവാനും മെട്രോ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒത്തിരി ജനങ്ങൾ വരുമ്പോൾ ആലുവ മോശമായി കിടക്കാൻ പാടില്ല. അപ്പോൾ ആലുവ ടൗൺ മോടി പിടിപ്പിച്ച് അതുപോലെ അവിടെ വാക്ക്വേ ഉണ്ടാക്കി അങ്ങനെയുള്ള അടിസ്ഥാനപരമായ യാത്രക്കാർക്ക് അടിസ്ഥാനപരമായ സൗകര്യം ഉണ്ടാക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മെട്രോ റെയിൽ DMRCക്കോ KMRLനോ അതിന് നിർദ്ദേശം നൽകിക്കൊണ്ട് അതിന് ഒരു വികസനത്തിന് സാധ്യത ഒരുക്കണമെന്ന് ഈ സഭയിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ദുർവാശി, ദുശാഠ്യം, ദുരാഗ്രഹം. കർമാധിപ സ്ഥാനത്തൊരു മൂടലുണ്ട്. കർമാധിപന്റെ ബലഹീനത, വിളർച്ച. മനസ്സിലായില്ലേ? അതായത് ആദ്യം മെട്രോ ആരംഭിക്കട്ടെ, എന്നിട്ട് പോരെ ആളുകളെ കാണാൻ വരലും പാർക്കിംഗ് കേന്ദ്രം ഉണ്ടാക്കലും ഒക്കെ എന്ന്. അതായത് കഴിഞ്ഞ സർക്കാർ നടത്തിയ ഉദ്ഘാടനങ്ങളൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആണെന്നും അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നും ഒക്കെയാണ് ഇടതിൻ്റെ ആരോപണം. അതുകൊണ്ട് പണി തീർന്നെടുത്തും പുതിയ ഉദ്ഘാടനങ്ങൾ പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം നാളെ അവർ പറയും, ഹോ, ഞങ്ങൾ പണി തീർത്തെടുത്ത് അവർ കയറി വീണ്ടും കല്ലിട്ടെന്ന്. അതുകൊണ്ട് അനിൽ, മെട്രോ കാണാൻ വരലൊക്കെ മെല്ലെ മതി. അതും തൽക്കാലം നിങ്ങളുടെ അക്കൗണ്ടിലാക്കണ്ട. MM മണി വീണ്ടും വാ തുറന്നിട്ടുണ്ട്, ഉടനെ വരും. അയാൾക്ക് കാസർഗോട്ടെ കാര്യം അറിയുള്ളൂ, ഒന്നും അറിയില്ല. കാസർഗോഡുകാരനായതുകൊണ്ട് ജില്ലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നും
മണ്ടത്തരങ്ങൾ മാത്രമേ പറയൂ എന്നും എം മണിയെ പോലെ ഒരാൾ പറയുമ്പോൾ ഒന്നും അറിയില്ല. ഇനി എല്ലാം ശരിയാക്കി എടുക്കണം നമുക്ക്. പുറത്തൊരാൾ കുഴപ്പമുണ്ടാക്കി പുറത്തു പോകേണ്ടി വന്നു.